ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ. പാർലറിലൊന്നും പോവാതെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പുരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ എടുക്കാൻ പഠിച്ചതിന് ശേഷം ബ്യൂട്ടി പാർലറിൽ പോയി എടുക്കുന്നത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. ഫസ്റ്റ് ടൈം എനിക്ക് എടുക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, പിന്നെ എടുത്തെടുത്തിട്ടാണ് അങ്ങനെ റെഡി ആയത്. അപ്പം ഞാൻ എടുക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ചേച്ചിമാരൊക്കെ ഞങ്ങൾക്കും ഇതുപോലെ ഒന്ന് പുരികം ത്രെഡ് ചെയ്ത് തരുമെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറയുകയും ചെയ്തു കേട്ടോ, ഞാൻ നൂല് കൊണ്ടല്ല എടുക്കുന്നത്, ബ്ലേഡും കൊണ്ടാണ് എടുക്കുന്നതെന്ന്. പക്ഷെ അത് അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതുപോലെ ഞാനൊരു പുതിയ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബ്ലേഡ് എടുക്കുമ്പോൾ പഴയ ബ്ലേഡ് ഒന്നും എടുക്കാതെ പുതിയത് തന്നെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കണേ. ഇല്ലെങ്കിൽ എടുത്ത ഭാഗത്തൊക്കെ നല്ലപോലെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ പുരികത്തിന്റെ അവിടേക്ക് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് പുരികത്തിന്റെ അവിടെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ത്രെഡ് ചെയ്യുമ്പോൾ ബ്ലേഡ് കൊണ്ടുള്ള ആ മുറിവ് പറ്റുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത് പുതിയ ബ്ലേഡാണ്, നമ്മൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു കൈ പിടിച്ചിട്ട് നല്ലപോലെ മുകളിലോട്ട് വലിച്ചു പിടിക്കണം പുരികം. എന്നിട്ട് ഇങ്ങനെ താഴത്തോട്ടാണ് ത്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം 4 മാസമായി ഞാൻ പുരികം ത്രെഡ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഒത്തിരി ഹെയർ ഉണ്ട്. എടുക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ആയിരുന്നു, അതുപോലെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഇപ്പോഴാണ് ഏകദേശം ഒന്ന് ഓക്കെ ആയത്. അതായത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് 2.5 മാസമായി. അപ്പം മുകൾ ഭാഗത്താണ് ഞാൻ ആദ്യം ഇങ്ങനെ ത്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഹൈബ്രോന്റെ ആ ഒരു ഷേപ്പ് നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ മുകൾ ഭാഗത്ത് ഹെയർ ഒക്കെ കളഞ്ഞു കൊടുക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് എടുക്കരുത് കേട്ടോ, ആകെ മൊത്തം കൊളായി പോകും. പിന്നെ നമ്മൾ താഴത്താണ് നന്നായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ജസ്റ്റ് അറിയില്ലെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ചെയ്തോളൂ, നല്ല അടിപൊളി ഷേപ്പായിട്ട് കിട്ടി. ഞാൻ ഫസ്റ്റ് അങ്ങനെ കേട്ടോ ചെയ്തത്. പിന്നെ അതാ ഞാൻ താഴെയാണ് എടുക്കുന്നത്. താഴ്ഭാഗത്ത് ഒരുപാട് ഹെയർ ഉണ്ട്, അപ്പൊ അതൊക്കെ നന്നായി തന്നെ റിമൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല ക്ലിയർ ആയിരിക്കത്തുള്ളൂ. അപ്പൊ പുരികം ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ തോന്നിക്കും കേട്ടോ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക് ആ ഒരു പുരികത്തിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള ഹെയർ കളയാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പം അതേ നമുക്ക് മെല്ലെ മെല്ലെ ബാക്കിയുള്ള ഹെയറൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞ് നല്ല അടിപൊളി ഷേപ്പാക്കി എടുക്കാവേ. ഇതുപോലെ മെല്ലെ മെല്ലെ മുകളിലും താഴെയുമായിട്ട് ഹെയർ റിമൂവ് ചെയ്ത് ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ അല്ല കേട്ടോ ഇത്തവണ എടുക്കുന്നത്. ഒരുപാട് ഇങ്ങനെ സ്ലിം ആയിട്ട് നല്ല ഷേപ്പിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുക, നാച്ചുറലായിട്ട് വീഡിയോ ചെയ്യുക. എനിക്ക് ഇതാണ് ഇഷ്ടം. ഇങ്ങനെ കുറച്ചെടുക്കും, ആ ഒരു തുടക്ക ഭാഗം അങ്ങനെ നാച്ചുറലായിട്ട് വിടും. പക്ഷെ ഇന്ന് നമ്മൾ തുടക്ക ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ഫേസ് ഒന്ന് നോക്കുക, നേരത്തെ ഉള്ള പോലെയാണോ? ഒരു ഭാഗം കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു. മറ്റേ ഭാഗം പിന്നെ കാടും പൊന്തയും കയറിയിട്ടിരിക്കുന്നു. അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം അതേ ഞാൻ എൻ്റെ പുരികം ഒന്നും കൂടി ഒന്ന് സ്ലിം ആക്കാൻ വേണ്ടി പോവാണ്. അതായത് കട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതായത് ബ്ലേഡ് വെച്ചിട്ട് തന്നെ കേട്ടോ റിമൂവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൈബ്രോ പെൻസിൽ വെച്ച് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് ഹൈബ്രോ പെൻസിലിൻ്റെ ആവശ്യം കൂടി ഇല്ല ഗൈസ്. എൻ്റെ പുരികം നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കുന്ന ഇച്ചിരി കട്ടിയുള്ള പുരികമാണ് കേട്ടോ. അപ്പം ഇനി ഇതേ ഞാൻ ആ ഒരു ചീപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് കോംബ് ചെയ്തിട്ട് മുകളിലോട്ട് ആക്കിയിട്ടുണ്ട് ആ ഫസ്റ്റ് ഭാഗം. എന്നിട്ട് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ മുകളിലോട്ട് ചീകിയിട്ട് തന്നെ വെട്ടി കൊടുക്കണേ, എന്നാലാണ് കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഷേപ്പ് ആണോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ തന്നെ കണ്ടോ ഗൈസ്, നല്ല വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ. എൻ്റെ ഫേസ് ശരിക്കും ബ്രൈറ്റ് ആയത് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് എത്രത്തോളം അത് ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കുഞ്ഞേ ഹെയർ കാണും. അപ്പൊ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ നടുഭാഗം ഉണ്ടല്ലോ, ആ പൊട്ടൊക്കെ വെക്കില്ലേ, അവിടുത്തെ ആ ഹെയറും കൂടി ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രയോജനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് പോകുമ്പോൾ നമ്മുടെ പിരികം ഇതുപോലെ ഒരുപാട് വളർന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യുന്നതിന്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു സാധനം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ നല്ല വശവും ചീത്ത വശവും പറഞ്ഞു തരണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല, പെട്ടെന്ന് തന്നെ ഹെയർ വളരാൻ വേണ്ടി തുടങ്ങും. പിന്നെ കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ ബ്ലേഡിന്റെ അലർജി കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങളുടെ കയ്യിലെ ഹെയർ ഒന്ന് ബ്ലേഡും കൊണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇങ്ങനെ കുരുവൊക്കെ പൊന്തുകയാണെങ്കിൽ നിങ്ങൾ ഫേസിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ ഇതേ 2 പുരികവും കൂടി ത്രെഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാട്ടോ ഞാനൊന്ന് ഫ്രഷ് ആയ പോലെ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫേസിൽ ഒരു കാട് കയറി പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പം അത് പോയപ്പോൾ നല്ല ക്ലിയർ ആയെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക ഗായ്സ്.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ഫേസിൽ നിന്ന്. പക്ഷെ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫേസിൽ നമ്മൾക്ക് ചെറുതായിട്ട് മീശയൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊന്നും ചെറുതായിട്ടൊന്ന് ഷേവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് തോന്നിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ വല്ല മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വല്ല പൗഡറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ത്രെഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബ്ലേഡ് ഒരു ഭാഗത്തോട്ട് മാത്രം ഷേവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ താഴത്തുനിന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്ക്, അങ്ങനെയല്ലാതെ താഴത്തേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് മുറിയാതെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഇതേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനം ഞാൻ കുറച്ച് എണ്ണ കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഹെയർ കളഞ്ഞ ആ സ്ഥലത്തും എല്ലാ ഭാഗത്തും നല്ലപോലെ വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾ വല്ല മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഫേസിൽ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ രാവിലെയും വൈകിട്ടൊക്കെ മുഖത്ത് നന്നായി ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ല കേട്ടോ. എപ്പോഴും നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് അങ്ങോട്ട് വാഷ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ഫേസ് നന്നായി ഡ്രൈ ആവും കേട്ടോ. പകരം നല്ലൊരു ഫേസ് വാഷ് വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഞാൻ എൻ്റെ 2 കൈ വെച്ചിട്ട് എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ അവിടെയാണെങ്കിലും ആ ഒരു പുരുകത്തിൻ്റെ അവിടെയൊക്കെ ആണെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് ഞാൻ കുളിച്ചിട്ട് വരാമേ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്യാൻ മറക്കണ്ട. അധികം ക്യാഷ് ചിലവൊന്നുമില്ലല്ലോ, ഒരു ബ്ലേഡ് വാങ്ങാനുള്ള ചിലവ് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ടാറ്റാ.